സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ കേരള പോലീസിനെ പറ്റിയാണ് പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാനായിട്ട് പുള്ളിക്കെതിരായിട്ട് കേസെടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി ഒളിവിൽ പോയി, കോയമ്പത്തൂരിന് പോയി, എല്ലാ വിമാനത്താവളങ്ങളിലും ലുക്കൗട്ട് നോട്ടീസാണ് പുള്ളി വെളിയിൽ പോകാതിരിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇത് നമ്മൾ ചാനലിലൊക്കെ കാണുന്ന ഇതൊക്കെ ഈ ന്യൂസൊക്കെ. അപ്പോൾ ഈ പോലീസുകാർ ഈ പുള്ളിക്കാരനായിട്ട് വല വീശുന്നു, വലയെന്ന് ചോർന്നു കഴിഞ്ഞാൽ കൂടിടുന്നു, അല്ലെങ്കിൽ ഒറ്റാൽ വെക്കുന്നു, ഇന്നൊക്കെ ആയിട്ട് പുള്ളിയെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പറയുന്നത് തിരുവനന്തപുരത്ത് ഇന്നലെ വന്ന് പുള്ളിക്കാരൻ്റെ വക്കാലത്തിൽ ഒപ്പിട്ട് തന്നിട്ട് പോയിരുന്നു. ഈ പോലീസുകാർക്ക് നാണമുണ്ട്. അവരുടെ തിരുവനന്തപുരത്ത് പോയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടം ഒപ്പിട്ടിട്ട് പോയിട്ട് ഇയാളെ പിടിക്കാനായിട്ട് കഴിയത്തില്ലെങ്കിൽ ഈ പോലീസ് അതിനെ ജീവിച്ചിരിക്കുന്നത്. ഒന്നിൽ പറ നീ കുറ്റക്കാരനെ നിന്നെ പിടിക്കുന്നില്ല, അല്ലെങ്കിൽ പറ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിയത്തില്ല. ഇത് പറ. ഈ പോലീസിന് നാണമില്ലാത്ത പോലീസ് ഒന്നുകിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ എന്നെ എലിയും പൂച്ചയും കളിക്കുന്ന പോലെ നീ അങ്ങോട്ട് ഓടിക്കോ, ഇങ്ങോട്ട് വന്നോ. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പം 9-ാം തീയതി തെരഞ്ഞെടുപ്പ് 9-11 അതിന് 2 ദിവസം മുമ്പ് അതിൻ്റെ തലേദിവസമോ ഒരു അറസ്റ്റ് നാടകമൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയായിരിക്കും. ഈ രാഹുൽ മാങ്കൂട്ടം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. പോലീസുകാർക്കും ഇതറിയാം അയാൾ എവിടെ ഉണ്ടെന്നൊക്കെ. ഇത് നമ്മളെ മനുഷ്യരെ, സാധാരണ ജനങ്ങളെ കളിപ്പിക്കാനായിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും പോകുന്നില്ല. ഈ പോലീസുകാരുടെ ഒരു വീഴ്ചയെപ്പറ്റി ഞാൻ പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഗുഡ് നൈറ്റ്. ജയ് ഹിന്ദ്.